ഉൽപ്പത്തിയുടെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 2 വാക്യത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിൻ്റെ 2 വാക്യം. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ നാം വായിക്കുന്ന വായിച്ച 2 വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതാണ്: യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ആമേൻ, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശ്വാസമുണ്ടോ? ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സ്തോത്രം. ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നപ്പോൾ, സ്തോത്രം, അവിടെ നാം വായിച്ചത് എങ്ങനെയാ? അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ, സ്തോത്രം, അവൻ ചെയ്യുന്നതൊക്കെയും ദൈവം അവന് സാധിപ്പിച്ച് നൽകി. ആമേൻ. ഞാൻ പറയട്ടെ, ദൈവം നമ്മളോട് കൂടെ ഇരുന്നാൽ ഈ നാളുകളിൽ നമ്മൾ ദേശത്തിൻ്റെ നടുവിൽ നമുക്കൊരു മാന്യത ഉണ്ടാകും. അഥവാ നമ്മൾ കൃതാർത്ഥനാകും. 2, നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആമേൻ. ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ്. 1, നമ്മൾ കൃതാർത്ഥനാകും. 2, നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കും. സ്തോത്രം. ഞാൻ ഇന്ന് പകലിങ്ങനെ പറയട്ടെ, ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് ദൈവം നമ്മളെ മാനിക്കാൻ പോകുകയാണ്. ദൈവം നമ്മളെ മാനിക്കാൻ പോകുകയാണ് ഇന്ന് പകൽ. സ്തോത്രം. ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. ദേശത്തിൻ്റെ നടുവിൽ ദൈവം നിന്നെ കൃതാർത്ഥനാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ ആർക്കും കൊള്ളാത്തവനായി, ആർക്കും വേണ്ടാത്തവനായി, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഒന്നിനും കൊള്ളാത്തവനായി, അവൻ ആർക്കും ആരുടെയും മുമ്പിൽ ദേശത്തിൻ്റെ നടുവിൽ ഒരു കൃതാർത്ഥനല്ലാതെ, അവൻ, സ്തോത്രം, ആയിത്തീരുവാൻ അല്ല. ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും വളരെ പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം, നീ കൃതാർത്ഥനാകും. 2, നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ ആമൻ, സ്തോത്രം, എത്രയോ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം, ഞാൻ ചെയ്യുന്നത് ഒന്നും നടക്കുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. എല്ലാം പരാജയമാകുന്നു. എല്ലാം നശിച്ചു പോകുന്നു. ഒന്നിനും ഒരു വിജയം കാണാൻ കഴിയുന്നില്ല. ഒന്നും സാധ്യമാകുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം നിന്നോട് കൂടെ ഇരുന്നാൽ ഈ ദിവസങ്ങളിൽ നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഓ, വിശ്വസിക്കുന്നവർക്ക് അങ്ങ് ദൈവത്തെ സ്തുതിക്കുന്നു. 1, നീ കൃതാർത്ഥനാകും. 2, ഈ ദിവസങ്ങളിൽ നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആമേൻ. 3, ഇതെല്ലാം ദൈവ രഹസ്യമായിട്ടല്ല നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്യുന്നേ, ഇത് ലോകം കാണും. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ യജമാനൻ
കണ്ടു. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ കൃതാർത്ഥ്യനാക്കുന്നത്, നീ ചെയ്യുന്നതൊക്കെ ദൈവം സാധിപ്പിക്കുന്നത്, എൻ്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദേശം കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദേശം കാണാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലരെല്ലാം കാണാൻ പോവുകയാണ്. ചിലരെല്ലാം കാണത്തക്കവണ്ണം എൻ്റെ ദൈവം നിന്നോട് കൂടെ ഇരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവം നിന്നോട് കൂടെ ഇരുന്നത്, ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നത് ദേശത്തിലെ ജനം കാണാൻ പോകുകയാണ്. എൻ്റെ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നത് ലോകം കാണാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ ആരും കാണാതെ രഹസ്യത്തിലല്ല, ദേശം കാണെ എൻ്റെ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നത് ദൈവം പ്രത്യക്ഷത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഇന്ന് പകരം ഇച്ചിരി കയറി ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ, ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ അധിക സമയം നിന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ടേക്കാൻ പറ്റത്തില്ല. അവൻ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ മനുഷ്യനാകട്ടെ പിശാചാകട്ടെ നിന്നെ തള്ളിയിട്ട ഇടത്ത് എന്നും നീ അവിടെ കിടക്കത്തില്ല, നീ അവിടെ നിന്ന് കയറും. ആമേൻ, ആമേൻ. ഞാനിത് ആരോടാ സംസാരിക്കുന്നേ? വെള്ളമില്ലാത്ത, ഊറ്റില്ലാത്ത, ഉറവയില്ലാത്ത ഏതോ ചില കിണറിനകത്ത്, ഏതോ ചില പൊട്ടക്കിണറ്റിനകത്ത് ഇന്ന് നീ കിടക്കുമ്പോ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് നീ കയറാൻ പോകുകയാണ്. ആ ഉറവയില്ലാത്ത കിണറ്റിൽ നിന്ന്, ആ ഉറവയില്ലാത്ത കുഴിയിൽ നിന്ന് ഇന്ന് പകൽ നീ കയറി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. കാരണം ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഓഹോ, യെസ്, യെസ്, യെസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം പറയുന്നു. ഇന്ന് പകല് ചില പൊട്ടക്കിണറ്റിൽ നിന്ന് കയറുക ചിലരെ. ഉറവയില്ലാത്ത ചില കിണറുകളിൽ നിന്ന്, ചില നീരുറവകളില്ലാത്ത ചില കിണറുകളിൽ നിന്ന്, നീ കിടക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം ഇന്ന് പകൽ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കരകയറ്റുന്ന ദിവസങ്ങൾ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഓ ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിൽ ഒരു നീരുറവ കാണാൻ കഴിയാതെ, ഒരു ഊറ്റ് കാണാൻ കഴിയാതെ, ഒരു ഉറവ കാണാൻ കഴിയാതെ ചില 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 പൊട്ടക്കിണറുകൾ പോലെയുള്ള ചില അവസ്ഥകളിൽ ഇന്ന് നീ കിടക്കുമ്പോ, നിന്റെ ജീവിതം കിടക്കുമ്പോ എന്റെ ദൈവം നിന്നെ നോക്കി പറയുന്നു, ഞാൻ അതിൽ നിന്ന് നിന്നെ കരകയറ്റാൻ പോകുകയാണ്. ഓ വ്യക്തിയെ, ഒരു മനുഷ്യനാകാം നിന്നെ തള്ളിയിട്ടത്, പിശാചാകാം നിന്നെ തള്ളിയിട്ടത്, അധിക സമയം നിന്നെ അവിടെ കിടത്താൻ കഴിയത്തില്ല. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പുതിയ ഉറവ തുറക്കണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കണമെന്ന് ഞാൻ പറയുന്നു. ആ പ്രാർത്ഥന നിർത്തിയിട്ട് ഇന്ന് മുതൽ വിളിച്ചു പറ, എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കണമെന്ന്, എൻ്റെ ദൈവം എനിക്ക് എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നു. ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നീ ഉറവ തുറക്കാൻ പോകണ്ട. ഉറവ നീ ഇരിക്കുന്നിടത്തെത്തും. ചില നീരുറവകൾ, ചില ഒഴുക്കുകൾ നീ ഇരിക്കുന്നിടത്തെത്തും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു: നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. എന്താ കാര്യം എന്നറിയോ? ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട്. ആമേൻ. ദൈവം നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നന്മ നിന്നെ പിന്തുടരും, കരുണ നിന്നെ പിന്തുടരും. ഞാൻ പറയുന്നു, ചില ഉറവകൾ, ചില ഒഴുക്കുകൾ നിന്നെ പിന്തുടർന്ന് വരും. ഈ ദിവസങ്ങളിൽ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അധികം നേരം നിന്നെ അവിടെ ഇട്ടേക്കാൻ കഴിയില്ല. അധിക സമയം നിന്നെ അവിടെ ഇട്ടേക്കാൻ കഴിയില്ല. അധിക നേരം നിന്നെ അവിടെ പിടിച്ചു വെക്കാൻ കഴിയില്ല. എത്ര പേർക്ക് നമ്മൾ മനസ്സിലാവുന്നുണ്ട്? അധിക നേരം ആ പൊട്ടക്കിണറ്റിൽ ദൈവം കൂടെയുള്ള നിന്നെ ഇട്ടിരിക്കാൻ കഴിയില്ല, നിന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല. നീ ഈ മനുഷ്യൻ പുറത്തു വന്നു. ഈ മനുഷ്യൻ പുറത്തു വന്നു. പുറത്തു വന്ന ജോസഫിനെ ദൈവം കൃതാർത്ഥനാക്കി, ചെയ്യുന്നതൊക്കെ സാധിപ്പിച്ചു. പക്ഷേ മനസ്സിലാക്കുക, പിശാച് മിണ്ടാതിരിക്കുന്നില്ല. ആമേൻ പറഞ്ഞേ. ദൈവം ആരോടെങ്കിലും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിശാച് മിണ്ടാതിരിക്കത്തില്ല. അത് പിശാചിന് ഇഷ്ടമല്ല. ദൈവം ഒരുവനോട് കൂടെ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന കാര്യമല്ല. ദൈവം ആരോടെങ്കിലും കൂടെ ഇരിക്കുന്നെങ്കിൽ അത് പിശാചിന് ഇഷ്ടമല്ല. ഇതിനെ പൊളിക്കാൻ, ഈ ദൈവമായിട്ടുള്ള ഇതിനെ പൊളിക്കാൻ, ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്ന ആ ഒരു ബന്ധം പൊളിക്കാൻ ഒരു പ്രതികൂലങ്ങൾക്കും കഴിയില്ല. മനസ്സിലാക്കണം, ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിനെ ചിലപ്പോൾ ഒരു ജലദോഷപ്പനിക്ക് മതി, അല്ലേ, ദൈവത്തിൽ നിന്ന് അകന്ന് പോകാൻ, അല്ലേ? സ്വതന്ത്രം. ഒരു 1000, 5000, 10,000 രൂപയുടെ ഒരു കടഭാരം മതി നീ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന നിന്നെ ദൈവത്തിൽ നിന്ന്. മനസ്സിലായോ? എന്നാൽ ദൈവം നമ്മളോട് കൂടെ ഇരുന്നാൽ ആ ബന്ധത്തെ പൊളിക്കാൻ ഒരു പ്രതികൂലത്തിനും കഴിയില്ല. പക്ഷെ പിശാചിനറിയാം, അതിനെ പൊളിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അതിൻ്റെ പേരാണ് പാപം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ ദൈവത്തോട് കൂടെ ഇരുന്നാൽ ഒരു ചെറിയ ഒരു ഭാരം നമ്മുടെ ഹൃദയത്തിൽ ഇട്ടാൽ മതി. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? ദൈവത്തിൽ നിന്ന് അകന്നു പോകാനൊരു ചെറിയ ഭാരം. പക്ഷെ ദൈവം നമ്മളോട് കൂടെ ഇരുന്നാൽ ആ ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ പൊട്ടക്കിണറ്റിന് പറ്റില്ല, ഒറ്റപ്പെടലുകൾക്ക് പറ്റില്ല, നിന്ദയ്ക്കും പരിഹാസത്തിനും പറ്റില്ല. കാരണം ഇരിക്കുന്നത് ആരാണ്? നമ്മളല്ല, ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നേ. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അല്ല, ദൈവം നമ്മുടെ കൂടെ.
അപ്പോൾ ദൈവം നമ്മളോടുകൂടെ ഇരിക്കുന്ന ഈ ഒരവസ്ഥ മാറണമെങ്കിൽ പാപത്തെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാത്താൻ പോത്തിഫറിന്റെ ഭാര്യയുടെ മേൽ അങ്ങ് കയറി. ആമേൻ. പോത്തിഫറിന്റെ ഭാര്യയുടെ മേൽ കയറി. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ, ആമേൻ. ഈ ഭാര്യയുടെ മേൽ കയറിയപ്പോ ഇവൾ ഈ ചെറുപ്പക്കാരനെ നോക്കി. ഇവളുടെ ഉള്ളിലെ മോഹം ഉയർന്നു. പാപത്തെ അല്ലെ പുറത്തു വന്നു. പാപം പുറത്തു വന്നു. ഈ പാപം നിമിത്തം ഇവൾ ദൈവം കൂടെ ഇരിക്കുന്ന ജോസഫിനെ വശീകരിക്കാൻ തുടങ്ങി. എന്തുവാ സംഭവിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതെനിക്കുള്ള ദൂതല്ല എന്ന് പറഞ്ഞ് കേൾക്കാതെ മിണ്ടാതിരിക്കല്ലേ, ശ്രദ്ധിച്ചിരിക്കേ. എന്താ ഇവിടെ സംഭവിക്കുന്നേ? ദൈവത്തോടുള്ള ബന്ധത്തിലിരിക്കുമല്ലേ യോസഫ്? ദൈവം കൂടെ ഇരിക്കല്ലേ? ഇപ്പോൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം കൂടെ ഇരിക്കുന്ന ജോസഫിനെ അതിൽ നിന്ന് അകറ്റാൻ പോത്തിഫറിന്റെ ഭാര്യ ഈ മനുഷ്യനെ, ഈ ജോസഫിനെ വശീകരിക്കുക. അവന് മനസ്സിലായി, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ദൈവം ഇനി എൻ്റെ കൂടെ ഇരിക്കത്തില്ല. ഇവന്റെ വസ്ത്രത്തെ അവൾ പിടിച്ചു. അവൻ അത് ഓടി. ഈ വസ്ത്രം അവിടെ ഇട്ടേച്ച് അവൻ ഓടി. എന്തുവാ അതിന്റെ കാരണം? അവനറിയാം, ഞാൻ കൃതാർത്ഥനായെങ്കിൽ, ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കുന്നുണ്ടെങ്കിൽ, കാരണം എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ജ്ഞാനമോ എൻ്റെ അറിവോ ഒന്നുമല്ല, ദൈവം കൂടെ ഇരിക്കുന്നുണ്ടാ. ആ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്താനുള്ള പാപത്തിൻ്റെ വശീകരണമാ വരുന്നേ. അതിനെ അവൻ ജയിച്ച് അവൻ ഓടി. സ്വതന്ത്രം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇവൻ ഓടിയപ്പോ ഇവന്റെ ജീവിതത്തിൽ വന്നത്, ദൈവം കൂടെ ഇരുന്നിട്ടും ഇവന്റെ ജീവിതത്തിൽ വന്നത് അപവാദമാണ്. ഇവൻ കേട്ടത് അപവാദമാണ്. ഇവന് ലഭിച്ചത് കാരാഗ്രഹമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എന്ന് വെച്ച് ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ജോസഫ് ജീവിച്ചേ. ജോസഫിന് ഒറ്റ കാര്യം മതി, ദൈവം കൂടെ ഇരുന്നാൽ മതി. എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നാൽ മതി. ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന്, ഞാൻ ആ വശീകരണത്തിൽ പെട്ടുപോയിട്ടില്ല എന്ന് എനിക്ക് മറ്റാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം മാത്രം അറിഞ്ഞാൽ മതി. ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ മതി. സ്തോത്രം. ഇവൻ ഈ വിട്ട വസ്ത്രമല്ലേ ഇവനെ പെടുത്തിയേ? അല്ലേ? തെളിവെല്ലാം ഇവനെതിരായിരുന്നില്ലേ? എല്ലാ തെളിവുകളും ഇവനെതിരായിരുന്നില്ലേ? സ്തോത്രം. ആമേൻ. എല്ലാം ഇവന് പ്രതികൂലമായിരുന്നിട്ടും ഇവന്റെ അകത്ത് ഇവൻ ഉറപ്പുണ്ട്, പാപം എൻ്റെ മുമ്പിൽ വന്ന് നിന്നിടും, പക്ഷെ അത് എൻ്റെ ഉള്ളിൽ കയറാത്തോണ്ട് ദൈവം എന്നെ വിട്ടിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? പാപം എൻ്റെ മുമ്പിൽ വന്നു, എനിക്ക് കാണത്തക്ക വണ്ണം എൻ്റെ മുമ്പിൽ വന്നു, എന്നെ വശീകരിക്കാൻ നോക്കി. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഓടിയത് കൊണ്ട് ദൈവം എന്നോട് കൂടെ ഇപ്പോഴും ഉണ്ട്. അപവാദം വന്നു, തെളിവുകൾ എതിരായി, കാരാഗ്രഹത്തിലടച്ചു. 39 അധ്യായം
അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്ന്, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ആമേൻ. എന്തെല്ലാം ഇവന് പ്രതികൂലമായെങ്കിലും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട്, ഇവൻ പാപം ചെയ്യാത്തത് കാരണത്താൽ എൻ്റെ ദൈവം യോസഫിനോട് കൂടെ ഇരുന്നത് കൊണ്ട് താൻ കാരാഗ്രഹത്തിലായിട്ടും അവിടെയും എഴുതി വച്ചിരിക്കുന്നു, എൻ്റെ ദൈവം യോസഫിനോട് കൂടെ ഇരുന്നു. യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. ഇന്ന് പകൽ നീ ആയിരിക്കുന്ന കാരാഗ്രഹത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല, എന്റെ ദൈവം നിന്നോട് കൂടെ ഇരിക്കുവാനിടയാകും. പക്ഷേ ആ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എത്രവർക്ക് ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ധൈര്യമുണ്ട്? ആ ധൈര്യം വരുന്നുണ്ട്. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് പകൽ ആരെയോ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽ ജീവിതത്തിൽ വന്ന കാരാഗ്രഹത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിനക്കെതിരെ വരുന്ന ചില ചങ്ങലകളെ കണ്ട് നീ ഭയപ്പെടേണ്ട. എല്ലാം നിനക്കിന്ന് എതിരാകുമ്പോൾ നീ ഭയപ്പെടേണ്ട. എല്ലാവരും നിനക്കെതിരെ സംസാരിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട. ഒരു വ്യക്തി പോലും നിനക്ക് അനുകൂലമായി പറയാനില്ല. ഇന്ന് ജീവിതത്തിൽ ദേശത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട. നിന്റെ പക്ഷം നിൽക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിരിക്കെ. ഈ കാരാഗ്രഹത്തിൽ നിന്നും ഈ സാഹചര്യത്തിൽ നിന്നും ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നീ പുറത്തു വരുമെന്ന് എത്രവർക്ക് മനസ്സിലായി? ഇന്ന് നിന്റെ പക്ഷം നിൽക്കാൻ ആരുമില്ല, ഇന്ന് നിന്റെ ഒപ്പം നിൽക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ സകലത്തിൽ നിന്ന് നീ പുറത്തു വരും. ഇനി ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ജോസഫിൻ്റെ പക്ഷം നിൽക്കാൻ ആരുമില്ല. ജോസഫിൻ്റെ കൂടെ നിൽക്കാൻ എല്ലാവരും ജോസഫിനെതിരാ, എല്ലാവരും ജോസഫിനെതിരാ. പക്ഷെ കാകെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന കാരാഗ്രഹ പ്രമാണി മാത്രമാണ് പുള്ളിയോട് ദയ ഉണ്ടായത്. അല്ലാതെ എല്ലാവരും പുറത്ത് പ്രതികൂല, എല്ലാവരും എതിരാ. പക്ഷേ ഇവർക്കൊക്കെ കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കും. ഇതിന് ദൂത് പറയാൻ പോവാ. ഇന്ന് ഇവനെ ആർക്കും വേണ്ട, ആരും ഇവൻ്റെ പക്ഷത്ത് ഇല്ല. പക്ഷേ ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് നിന്റെ മേൽ കിടക്കുന്ന ദർശനം നിവർത്തിയാകുന്നൊരു ടൈമുണ്ട്. ആ ടൈമിൽ നീ ഇല്ലാതെ ഇവർക്കൊന്നും പറ്റാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ടൈം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത്തവർക്ക് മനസ്സിലായി? സ്തോത്രം. ഇന്ന് ജോസഫിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ല. എന്നാൽ ജോസഫ് വിചാരിച്ചാലേ ഇവർക്ക് ആഹാരം കഴിക്കാൻ കഴിയൂ എന്ന ഒരു ലെവലിലേക്ക് ദൈവം ജോസഫിനെ ഉയർത്തി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോസഫെ, നീ ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ആഹാരം ഉണ്ടാകത്തില്ല എന്ന് പറയത്തക്ക അവസ്ഥയിലേക്ക്
ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ വിളിച്ചു പറയാം, ഇന്ന് നിന്റെ പക്ഷം നിൽക്കാൻ ആരുമില്ല. പക്ഷെ ഈ നീ ഇല്ലാത്ത ഒരു സാഹചര്യം, പറ്റാത്തൊരു അവസ്ഥ വരാൻ പോവാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ, ജോസഫിന്റെ സ്ഥിതിയെ മാറ്റിയ ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്. ഇന്ന് നിന്റെ പക്ഷത്താരുമില്ല, പക്ഷേ ഒരു കൂട്ടം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, ഒരു കൂട്ടം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. നിങ്ങൾ മിണ്ടുന്നില്ല. യേശുവിൻ നാമത്തിൽ നിന്നെ കാണാൻ ഒരു കൂട്ടം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം വരാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ചിലർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സീസൺ വരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ കിടക്കുന്ന ചില ദർശനങ്ങൾ, ചില വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിയാക്കുന്ന ടൈം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ വാക്യം തന്നെ വായിക്കാം. പെട്ടെന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായം 9-10 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് എന്ത് ചെയ്തു? എന്തോ അതിൻ്റെ അർത്ഥം? ഗോത്രപിതാക്കന്മാർ എന്താ ഈ ചെയ്തതിൻ്റെ അർത്ഥം എന്ന് അറിയോ? ഞങ്ങൾക്ക് നിന്നെ വേണ്ട അല്ലേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം കിടന്നാൽ നമ്മൾ അതിനെടുത്ത് വിറ്റ് കളയുന്നെങ്കിൽ എന്താണ് അല്ലേ? സ്തോത്രം, ആമേൻ. നമുക്കത് വേണ്ട, അത്യാവശ്യമല്ല, വിറ്റുകളഞ്ഞു. അടുത്ത്, എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്ത് ദൈവം അവനെ മിസ്രയീമിലും തന്റെ സർവഗ്രഹത്തിലും അധിപതിയാക്കി വെച്ചു. എത്രവർക്ക് മനസ്സിലായി? ഇന്ന് പലർക്കും നിന്നെ വേണ്ട അല്ലേ? കേൾക്കുന്നുണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു സാധനത്തെ നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ വിറ്റുകളയും. അതുപോലെ വിറ്റുകളയാൻ പറ്റിയ സാധനമായിരുന്നു നമ്മളെങ്കിൽ പലരും നമ്മളെ എന്നേ വിറ്റുകളയുണ്ടായിരുന്നു. ശരിയല്ലേ? ഈ വിറ്റുകളഞ്ഞാൽ പൈസ കിട്ടുന്ന സാധനമാണെങ്കിൽ നമ്മളെയൊക്കെ എന്നേ ആരെങ്കിലൊക്കെ വിറ്റുകളയുമായിരുന്നു അല്ലേ? സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ വിറ്റ് കളഞ്ഞ ഈ മനുഷ്യനെ എൻ്റെ ദൈവം എന്ത് ചെയ്യുന്നറിയോ? കൃപയും ജ്ഞാനവും കൊടുത്ത് ഇന്ന് പകല് ഇതിനകത്ത് ഒത്തിരി സങ്കടം അനുഭവിക്കുന്ന ഏതെങ്കിലും ജോസഫുമാർ ഇരിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ജ്ഞാനവും ഇന്ന് നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട് Oh Jesus, hallelujah. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ജ്ഞാനവും ഇന്ന് പകൽ നിന്റെ മേൽ പകർന്ന് ഇന്നലകളിൽ നിന്നെ അവഹരിച്ച, ഇന്നലകളിൽ നിനക്ക് എതിര് നിന്ന സകലത്തിന്റെ മേൽ അധിപതിയാക്കി എന്റെ ദൈവം നിന്നെ നിർത്താൻ നീ ഇല്ലാതെ പറ്റത്തില്ല എന്ന ഒരവസ്ഥയിലേക്ക് എന്റെ ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാണ്. കാരണം അവൻ പൗലോസിനോട് പറഞ്ഞ അതേ വാക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു, എന്റെ കൃപ നിനക്ക് മതി. ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? പ്രതികരിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ കൃപ നിനക്ക് മതി. അത് നിന്റെ സങ്കടങ്ങൾ, അത് നിന്റെ ബലഹീനതകൾ, അത് നിന്റെ ഇന്നത്തെ അവസ്ഥകൾക്ക് മീതെ ഇന്നതകൾ വ്യാപരിക്കപ്പെടാൻ പോകുകയാണ്. കൃപയിലും ജ്ഞാനത്തിലും നിറച്ച്, കൃപയിലും ജ്ഞാനത്തിലും നിറച്ച് കേൾക്കുന്ന എത്ര പേരുണ്ട്? കാരാഗൃഹത്തിൽ കിടക്കുന്ന നിന്നെ ആമേൻ ഹല്ലേലൂയ
അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന നിന്നെ, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ജ്ഞാനവും ഇന്ന് പകൽ വ്യാപരിക്കപ്പെട്ടാൽ വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ഇന്നാരും നിന്റെ പക്ഷത്ത് കാണത്തില്ല ദൈവമക്കളെ. ഭാരപ്പെടേണ്ട. നീ ഭയങ്കര സങ്കടത്തിലായി ഇന്ന് ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നേ. വല്ലാത്ത സങ്കടത്തിലൂടെ ഇന്ന് നീ പോയിക്കൊണ്ടിരിക്കുന്നേ. പക്ഷെ ഇന്ന് പകൽ ആ സങ്കടത്തെ അതിജീവിപ്പാൻ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ജ്ഞാനവും ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. ജോസഫിന്റെ മേൽ വ്യാപരിച്ച അതേ ദൈവത്തിന്റെ കൃപ, ജോസഫിന്റെ മേൽ വ്യാപിപ്പെട്ട അതേ ദൈവത്തിന്റെ ജ്ഞാനം ഇന്ന് പകൽ ചിലതിന്റെയൊക്കെ വായടപ്പിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം യേശുവിന്റെ നാമത്തിൽ ചിലതിനൊക്കെ നിന്നെ ആവശ്യം വരുന്ന ഒരു കാലം വരാൻ പോകുന്നു. അങ്ങനെ ഒരു സീസൺ വരാൻ പോകുന്നു. കാരണം ദൈവത്തിന്റെ കൃപ. ഇന്ന് പകല് വിശ്വസിച്ചാട്ടെ. ഇന്നാർക്കും വേണ്ടാത്തവനായിരിക്കും, ഇന്നൊന്നിനും കൊള്ളാത്തവനായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയുന്നു. ആർക്കൊക്കെയോ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇന്നുവരെ പറയാത്തൊരു ദൂതായത്, ഞാൻ ഇന്നുവരെ പറയാത്തൊരു വെളിപ്പാടായത്. ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുന്ന കാലം കഴിയാറായി. ദൈവം നിനക്ക് വേണ്ടി ഒരു ഓൺ പൊസിഷൻ, ഒരു ഓൺ ലെവൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്കറിയില്ല, ദൈവാത്മാവിനോട് പറയാൻ പറയുന്നു. പോത്തിഫറിന് വേണ്ടി ജോലി ചെയ്തത് മതി. കാരാഗ്രഹ പ്രമാണിക്ക് വേണ്ടി ജോലി ചെയ്തത് മതി. നിന്റെ മേൽ കിടക്കുന്ന വിളി അതല്ല, നിന്റെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് അതല്ല, നിന്റെ മേൽ കിടക്കുന്ന രാമൻ ദർശനം അതല്ല. നിന്റെ മേൽ പകർന്ന് ദർശനത്തിനൊത്ത് എന്റെ ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസങ്ങൾ. വിശ്വസിച്ചാട്ടെ. അധിപതിയാക്കി എനിക്കറിയില്ല, ശക്തം ദൈവാത്മ പറയുന്നു. ഒരു ഭയങ്കര ലീഡർഷിപ്പിന്റെ ഒരു അതോറിറ്റി, ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിംഗ് ഇന്ന് പകൽ ഈ ഹാളിനകത്ത് ചലിക്കുന്നു. എനിക്കറിയില്ല, വചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് പരിശുദ്ധമോ ശക്തമായി ഇടപെടുന്നത് ഒരു പ്രവചന, ഒരു പ്രോഫറ്റിക് വേർഡാണ്. യേശുവിൻ നാമത്തിൽ ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിംഗ്, ഒരു അപ്പോസ്തലിക് അനോയിന്റിംഗ് ഈ വചനം കേൾക്കുന്ന ചിലവ് ഈ പകൽ വീഴുകയാണ്. ചിലർക്ക് വേണ്ടി പണിയെടുത്തത് മതി, ആർക്കൊക്കെയോ വേണ്ടി പണിയെടുത്തത് മതി. ഇന്ന് പകൽ അധിപതിയാക്കുന്ന, നിന്നെ അധിപതിയാക്കുന്ന, മിസ്രയീമിൽ യോസേഫിനെ അധിപതിയാക്കിയ ആ ദൈവത്തിന്റെ കൃപയും ജ്ഞാനവും ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ ലെവലും മാറട്ടെ, ചിലരുടെയൊക്കെ ലെവലും മാറട്ടെ, ചിലരുടെയൊക്കെ ലെവലും മാറട്ടെ, ചിലരുടെയൊക്കെ ലെവലും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പോത്തിഫറിന്റെ അണ്ടറിൽ കിടക്കുന്ന ആ ഒരു ലെവല് ഇന്ന് പകൽ മാറുന്നു, ഇന്ന് പകൽ മാറുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ ഈ കൃപ വ്യാപരിക്കുമ്പോ നിന്റെ മേൽ കിടക്കുന്ന ദർശനത്തിനൊത്ത് ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുന്നു, ചില കോളുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ കിടക്കുന്ന ദർശനത്തിനൊത്ത് ചില കോളിംഗ് യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ വരുന്നു. ചില കോണ്ടാക്ട്സ് വരുന്നു യേശുവിൻ നാമത്തിൽ.
റിസീവ് ചെയ്താട്ടെ, റിസീവ് ചെയ്താട്ടെ, റിസീവ് ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു അപ്പോസ്തലിക് അനോയിന്റിങ്, ഒരു അപ്പോസ്തലിക് അനോയിന്റിങ് റിസീവ് ചെയ്യാൻ എത്ര പേരുണ്ട്? പ്രാപിക്കാൻ എത്ര പേരുണ്ട്? ഇത് ക്യാരി ചെയ്യാൻ നീ തയ്യാറാണോ? ഇത് ക്യാരി ചെയ്യാൻ, ഇത് വഹിക്കാൻ നീ തയ്യാറാണോ? യേശുവിൻ്റെ നാമത്തിൽ ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിങ്, ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിങ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പോത്തിഫറിന്റെ അണ്ടറിൽ കിടക്കാനല്ല, കാരാഗ്രഹ പ്രമാണിയുടെ കീഴിൽ നിൽക്കാനല്ല. ഇന്ന് പകൽ ഞാൻ നിന്നെ ആധിപതിയാക്കുന്നു. ഞാൻ നിന്നെ ചിലതിൻ്റെയൊക്കെ ആധിപതിയാക്കുന്നു. ഞാൻ ചിലതിൻ്റെയൊക്കെ ആധിപതിയാക്കുന്നു. യേശുവിൻ നാമത്തിൽ വിശ്വസിച്ചാട്ടെ. ഞാൻ ചിലതിൻ്റെയൊക്കെ ആധിപതിയാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലതിൻ്റെയൊക്കെ അതോറിറ്റി ദൈവം നിന്റെ കരങ്ങളിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നു. പ്രാപിക്കുന്നവർ കരങ്ങൾ അടിച്ച്, അതരങ്ങളെ ചലിപ്പിച്ച്, ഇതുകൾ പ്രതികരിച്ച് യേശുവിന്റെ നാമത്തിൽ ചിലതിൻ്റെയൊക്കെ അതോറിറ്റി അഖിലാണ്ടത്തിന്റെ ഉടയവൻ നിന്റെ കരങ്ങളിൽ ഇതുകൾ ഏൽപ്പിക്കുന്നു. അക്കാരങ്ങൾ അടിച്ചേ, അക്കാരങ്ങൾ അടിച്ചേ. ഇന്ന് പകൽ പ്രതികരിച്ചേ, ആത്മാവിൽ പ്രതികരിച്ചേ, ആത്മാവിൽ പ്രതികരിച്ചേ, ആത്മാവിൽ പ്രതികരിച്ചേ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച്, നിന്റെ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ 2025 4-ാമത്തെ മാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, പ്രവചിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിങ് ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ചൂടമേ ഞാനിന്ന് പകൽ റോമർ 8:31 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവ അനുകൂലമെങ്കിൽ, ദൈവ അനുകൂലമെങ്കിൽ. ചിലരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തി, പക്ഷെ ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഇന്ന് പകൽ ഞാൻ ആരോടൊക്കെയോ പറയുന്നു, ദൈവം നിൻ്റെ കൂടെ ഇരിക്കാൻ പോവാ, ദൈവം നിൻ്റെ കൂടെ ഇരിക്കാൻ പോവാ. ഇന്ന് ഒറ്റപ്പെട്ട, ഇന്ന് ഒറ്റയ്ക്കാ, പക്ഷെ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. ദൈവം നിൻ്റെ കൂടെ ഇരിക്കും, ദൈവം നിൻ്റെ കൂടെ ഇരിക്കും. ഈ ദിവസങ്ങൾ ദൈവം നിൻ്റെ കൂടെ ഇരിക്കും. എല്ലാ കണ്ണുകളും ദൈവത്തിനടച്ച് ഈ വചനത്തിൻ്റെ മുൻപ് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, തൻ്റെ മക്കളോട് കൂടെ കർത്താവ് ഇരിക്കണം. ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് കൂടെ ഇരിക്കണം, തൻ്റെ മക്കളോട് കൂടെ ഇരിക്കണം. ഇവർ ഒറ്റപ്പെട്ടെടുത്തെല്ലാം, ഇവർ ഒറ്റക്കായെടുത്തെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ മക്കളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം.